ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ തറവാട് കണിച്ചുളങ്ങര വീട്. എല്ലാ ഓണത്തിനും ഞങ്ങൾക്ക് ഒരു 5-6 സെലിബ്രേഷൻ ഉണ്ടാകും. പക്ഷേ എത്രയൊക്കെ സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും ചതയത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടും. ചതയത്തിൽ നിന്ന് മാത്രമല്ല, അല്ലാത്തപ്പോഴും എല്ലാവരും ഇങ്ങനെ ഗെറ്റ് ടുഗദർ ചെയ്യാറുണ്ട്. ഈ ചതയത്തിൻ്റെ അന്ന് നമ്മുടെ മാമിമാരും മാമന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും അങ്ങനെ ഞങ്ങൾ ഫുൾ ഫാമിലി ഏകദേശം 40 മേൽ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ പലരും വെളിയിലേക്ക് സെറ്റിലായി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ഇപ്പോൾ സെലിബ്രേഷൻ വരാറുള്ളൂ. നാട്ടിലുള്ള എല്ലാവരും തന്നെ എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും ചതയത്തിൻ്റെ അന്ന് ഇവിടെ എത്തിയിരിക്കും. ഇത് നമ്മുടെ മാമന്മാരും മാമിമാരും. ഇത് ഇത്രയും പേരല്ല കേട്ടോ, വന്നവർ ഇത്രയും പേരാണ്. പക്ഷേ കുറേ പേര് വരാനുണ്ട്. അടുത്ത ഓണം സെലിബ്രേഷന് എല്ലാവരും കൂടി കൂടുമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുഞ്ഞിലെ തൊട്ടേ ഓണം സെലിബ്രേഷൻ്റെ അന്ന് ഡാൻസ്, ഒരുപാട് ഗെയിംസ് ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും. ചേച്ചിയമ്മയെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയുടെ അമ്മ. ചേച്ചിയമ്മ ഉള്ളപ്പോൾ തൊട്ട് തന്നെ പറഞ്ഞിരുന്നതാണ് ചതയത്തിൻ്റെ അന്ന് എല്ലാവരും ഇവിടെ ഒത്തുകൂടണമെന്ന്. ഇതൊരു വെറൈറ്റി കളിയാണ്. നമ്മൾ ഏതെങ്കിലും അക്ഷരം പറയും, ആ അക്ഷരത്തിനനുസരിച്ച് ചോദ്യത്തിന് ഉത്തരം പറയണം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരിക്ക് പൊട്ടുതൊടലാണ്. എല്ലാ സുന്ദരിമാരുടെയും കണ്ണ് കെട്ടി സുന്ദരിക്ക് പൊട്ടിടാൻ വിട്ടേക്കുവാണ്. പക്ഷെ ആരും തൊട്ടില്ല. എല്ലാവരും അതിൻ്റെ അറ്റയും മുറ്റയൊക്കെ വന്ന് പോയി. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൃഷ്ണൻ, അവനാണ് ഈ സുന്ദരിയുടെ പ്രിൻ്റ് എടുത്തത്. അളവെടുത്തിട്ടാണ് അവൻ വന്നത്. അവൻ പറയുകയും ചെയ്ത് ഈ സുന്ദരിയുടെ മുക്കും മൂലം അവൻ അറിയാമെന്ന്. അങ്ങനെ അവൻ ബുദ്ധിപരമായിട്ട് പോയി വായിലോ മൂക്കിലോ എന്നാണ്ടും കൊണ്ട് തൊട്ടിട്ട് അവനിങ്ങ് പോകുന്നു. അങ്ങനെ ആരും തന്നെ കൃത്യമായിട്ട് തൊട്ടില്ല. അടുത്ത ഗെയിം എന്ന് പറയുന്നത് നമ്മുടെ ഉറിയടിയാണ്. ഉറിയടിക്ക് കഴിഞ്ഞ പ്രാവശ്യം 1ാം സമ്മാനം നേടിയ ഞാൻ തന്നെയാണ് എല്ലാവരുടെയും കണ്ണം കെട്ടിക്കൊടുത്തത്. പല പിള്ളേരും പല പഠിച്ച പണിയും പനിയിട്ടും നോക്കി. അത് കഴിഞ്ഞിട്ടൊരു മാസ് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ വന്ന് കാണിച്ചില്ലേ, തെയ്യമായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് കൊണ്ടു പൊട്ടി. അങ്ങനെ 1 കിലോ ഏത്തപ്പഴം 1ാം സമ്മാനം എനിക്ക്. അത് കഴിഞ്ഞ് തിരുവാതിര കളിയായിരുന്നു എല്ലാവരും. തിരുവാതിര കളി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെയും വക ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ അമ്മുമ്മ, അതായത് ചേച്ചിയമ്മ പണ്ട് പറയാറുണ്ട്, കൂടുമ്പം ഇമ്പമുള്ളതാണ് കുടുംബം. ഇതാണ് ഞങ്ങളുടെ കുടുംബം.